മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂണിറ്റ് ടെസ്റ്റ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഒന്നാമത്തതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ രണ്ടാമത്തെ ഇതിൽ ധാരാളം ചോദ്യങ്ങൾ, 15ലധികം ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താ വെച്ചാൽ എല്ലാ ടൈപ്പിലുള്ള ചോദ്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് എക്സാം വളരെ ഈസി ആയിട്ട് എഴുതാൻ കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതായത് വിട്ട ഭാഗത്ത് നമ്മൾ പൂരിപ്പിക്കണം ശരിയായ ഉത്തരം. ഒന്ന്, 1000 ഈക്വൽ ടു ഡാഷ് ടൺസ്. 1000 എന്ന് പറഞ്ഞാൽ എത്ര പത്തുകൾ ചേർന്നതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ 1000 നമ്മൾക്ക് തന്നിട്ടുള്ളത്. ഇതിൽ എത്ര 10 ഉണ്ട്, എത്ര ടെൻസ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അത് കിട്ടാൻ എളുപ്പ വഴി 10 എന്ന് പറയുമ്പോൾ എത്ര, ഒരു 0 അങ്ങ് ഒഴിവാക്കിയാൽ മതി. ബാക്കി നമുക്ക് ആൻസർ എത്ര കിട്ടും, നമുക്ക് 100 എന്ന് പറയുന്നതായിരിക്കും ആദ്യത്തെ ഉത്തരം വരിക. രണ്ടാമത്തത്, 1 മില്യൺ, 1 മില്യൺ ഈക്വൽ ടു ഡാഷ് ലാക്ക്. 1 മില്യൺ എന്ന് പറയുന്നത് എത്ര ലക്ഷമാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾക്കറിയാം, അതിൻ്റെ വൺ വേർഡ് ആയിട്ടുള്ള ആൻസർ അറിയാം. 10 ലക്ഷമാണ്, 10 ലാക്കാണ് എന്ത് വരിക, 1 മില്യൺ. അതായത് 10 ലക്ഷം ആണ് എന്ത് വരില്ല, 1 മില്യൺ വരിക. അത് പഠിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എത്രയാണ്, മില്യൺ, ബില്യൺ, ട്രില്യൺ. ബില്യൺ എന്ന് പറയുമ്പോൾ 100 ക്രോർസ്, 100 കോടി. ഓക്കെ, മറ്റൊരു തരത്തിലും പറയലുണ്ട്, മില്യൺ, ബില്യൺ, ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 1000 മില്യൺ 1 ബില്യൺ, 1000 ബില്യൺ 1 ട്രില്യൺ. ഇതും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഇടുന്നത് 1 crore ഈക്വൽ ടു ഡാഷ് 1000 എന്നുള്ളതാണ്. നോക്കുക, അതും നമ്മൾക്ക് ഒന്നാമത് ചെയ്ത് അതിൻ്റെ മോഡൽ തന്നെ ചെയ്യുക. 1 crore ആണ്. നോക്കുക, 1 crore നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക. 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി. അപ്പോൾ എത്ര സീറോ ഉണ്ടാവും ഓർമ്മിച്ച് വെച്ചോ, 7 zeros ഉണ്ടാവും. ഏതില്, 1 കോടി, ക്രോർസ്. അതായത് 1 കോടിയിൽ എത്ര 0 ഉണ്ടാവും, 7 പൂജ്യങ്ങൾ ഉണ്ടാവും. 7 പൂജ്യങ്ങൾ ഉണ്ടാവും. അതൊന്ന് ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ ഇതിപ്പോൾ 1 കോടിയായി. 1, 10, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, 1 crore. അപ്പോൾ എത്ര, എന്താ ചോദിച്ചത്, 1 crore ഈക്വൽ ഡാഷ് 1000. 1 കോടി എത്ര 1000 എന്നാണ് ചോദിച്ചത്. 1000-ന് എത്ര സീറോ ഉള്ളത്, ഇതല്ലേ 1000. 1000-ന് എത്ര സീറോ ഉള്ളത്, 3 സീറോ ഉണ്ട്. അപ്പോൾ ഇതിൽ 3 സീറോ അങ്ങ് ഒഴിവാക്കിയാൽ മതി. ബാക്കി നമുക്ക് എത്ര ആൻസർ കിട്ടുക, 1, 1, 2, 3, 4 സീറോ വരുന്ന ആൻസർ. അത് നമുക്ക് റീഡ് ചെയ്യാൻ നമുക്കറിയാം. എത്ര വരും, ഇത് 10,000 വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെയും ആൻസറായി 10,000 അതിൻ്റെ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, ഹൗ മെനി 2-digit നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 10 and 99. ശ്രദ്ധിക്കണം, 10-നും 99-നും ഇടയിൽ എത്ര 2 അക്ക സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾക്കറിയുന്ന ഫാക്റ്റ് എന്താ, 10 മുതൽ 10 to 99 വരെ എടുക്കുമ്പോൾ, 10 മുതൽ 99 വരെ നമ്മൾ എടുക്കുമ്പോൾ 10 to 99 എത്ര 2-digit നമ്പറാണ് ഉള്ളത്, നമ്മൾക്കറിയാം 92 digit നമ്പേഴ്സ് ഉണ്ട്. 90, ഇതൊരു ക്ലാസ്സും കൂടി ആയി. 92 digit നമ്പേഴ്സ് ഉണ്ട്. അതായത് 2 അക്ക സംഖ്യകളുണ്ട്. 90 2 അക്ക സംഖ്യകളാണ് 10 മുതൽ 90 വരെ ഉള്ളത്. അതിൽ ബിറ്റ്വീൻ ആണ് ഇവിടെ ചോദിച്ചത്. 10-നും 99-നും ഇടയിലാണ് ചോദിച്ചത്. അപ്പൊ ആര് വരൂല, 10-ഉം വരൂല, 99-ഉം വരൂല. അപ്പൊ എത്രയുണ്ടാവുക, ആകെ വരല് 90 ആണ്. അതിൽ 10-ഉം വരില്ല, 99-ഉം വരൂല. അപ്പൊ 10-നും 99-നും നമ്മൾ അവിടുന്ന് എലിമിനേറ്റ് ഒഴിവാക്കിയാൽ നമുക്ക് എത്ര കിട്ടും, നമുക്ക് 88. ഉത്തരം 88. മനസ്സിലായല്ലോ. 10 മുതൽ 99 വരെ എത്ര ആളുണ്ട്, 90 ആളുണ്ട്. 90 ആളുണ്ട്. അതിൽ 10 ഒഴിവാക്കണം, 99 രണ്ടെണ്ണം ഒഴിവാക്കണം. അപ്പോൾ
ഇടയിൽ എന്ന് പറയുമ്പോൾ അവർ വരില്ല, അവരുടെ ബിറ്റ്വീൻ ആണ് ചോദിച്ചത്. അപ്പോൾ 2 പേരെ 90 2 കുറക്കണം, നമുക്ക് എത്ര കിട്ടും? 88. അത് ശ്രദ്ധിക്കണം, ആ ചോദ്യത്തിൻ്റെ പ്രത്യേകതകൾ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വാട്ട് ഈസ് ദ കാപ്രേക്കർ നമ്പർ? ഓക്കെ, കാപ്രേക്കർ സംഖ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റിൽ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ പഠിച്ചു വെക്കണം. 6174, 6174, 6174. തെറ്റിക്കാൻ പാടില്ല. അത് ഓർമ്മിക്കാനുള്ള വഴി എന്താന്ന് വെച്ചാൽ അവിടെ 4 ആൻസർ തരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. 4 ആൻസർ 6714, 6174 എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ വരും. അത് ഓർമ്മിക്കാനുള്ള വഴി ഇതാ നോക്കിയോ. ഫസ്റ്റിൽ 6 വരുന്ന ഓർമ്മിക്കുക, പിന്നെ 6 1 ആഡ് ചെയ്താൽ 7 കിട്ടും. 6 + 1 7 അല്ലേ? ആ വരുന്ന രീതിയിലാണ് നമ്പർ വരിക. നോക്കിയ 6 1 7 അങ്ങനെ ഓർമ്മിച്ചാൽ മതി, എന്നാൽ തെറ്റൂല കേട്ടോ. ഓക്കെ, ഇനി 6th ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് 33406861 ഇൻ വേർഡ്സ്. അതായത് 33406861 എങ്ങനെയാണ് അക്ഷരത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് പോലെ എങ്ങനെയാണ് എഴുതുക എന്നാണ് ചോദ്യം. ഞാനൊരു കാര്യം ചെയ്യാം, ആ നമ്പർ ഞാൻ ഇവിടെ എഴുതി വെക്കാം. 33406861 ഇത്രയും നമ്പർ ഉണ്ട്. ഇതെങ്ങനെയാ റീഡ് ചെയ്യാൻ നോക്കിയാൽ 1 10 100 1000 10,000 lakh 10 lakh crore. അപ്പോൾ ക്രോറാണ് തുടക്കം. നോക്ക്, ക്രോറാണ് തുടക്കം. നോക്ക്, 1 10 100 1000 10000 ലക്ഷം 10 ലക്ഷം കോടി. അതായത് ക്രോർ എന്ന് പറഞ്ഞാൽ കോടി, കോടിയിലാണ് തുടക്കം. ഇതെങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ 3 നമ്പറിനെ ഒന്നിച്ചിട്ടാക്കുക, ബാക്കി എല്ലാ നമ്പറും ഈ 2 എണ്ണം ഇടത്തോട്ട് മാറ്റി മാറ്റി ഇടുക. ഏറ്റവും അവസാനത്തത് മാത്രം ഇങ്ങനെ ആക്കുക, ബാക്കിയെല്ലാം ഇങ്ങനെ ഇടുക. അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടുന്ന് മുതൽ വായിക്കുക. ഇതെന്ത് കിട്ടും? 3 കോടി. മലയാളത്തിൽ എഴുതിയാൽ 3 ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടാ. ഓക്കെ, 3 കോടി എങ്ങനെയാണ് വായിക്കുക? 34 ലക്ഷത്തി. ഇപ്പൊ നോക്കിയാൽ വെറും 6 ഉള്ളൂ. 6000 അല്ലെങ്കിൽ 6000 എന്ന് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. 6861 എന്ന് ഏതിലെഴുതും? മലയാളത്തിൽ എഴുതും. 861. ഓക്കെ, 61. ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെ എഴുതല്? നോക്ക്, 3 crore എന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ 3 crore എത്ര വരലും? ഇത് ലക്ഷത്തിൻ്റെയാണ്, ശ്രദ്ധിക്കണം. ഇത് രണ്ടും കൂടിയിട്ടാണ് ലാക്കിൽ പറയേണ്ടത്, ലക്ഷത്തിൽ പറയേണ്ടത്. ഈ 2 എണ്ണം കൂടിയിട്ട് പറയേണ്ടത് 1000ലാണ് പറയേണ്ടത്. 1000 1000ലാണ് പറയേണ്ടത്. 1000 എന്നാണ് ഇതിനെ പറയേണ്ടത്. അപ്പോൾ 3 crore 34 lakh. 34 lakhs എത്ര വരും? 6000. 06 ആണ്. അപ്പൊ അതിനെ എങ്ങനെ പറയാ? 6861. 861 ഞാൻ ഇങ്ങനെ എഴുതി. 61 ഇങ്ങനെ എഴുതി. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്. ഇതിനെ 3ക്ക് പകരം TH ഇങ്ങനെ എഴുതാം. 3EE THRE ഇങ്ങനെയും ഇംഗ്ലീഷിൽ വേർഡ്സിലുമായിട്ടും ഇതിനെ എഴുതി വെക്കാം. മനസ്സിലായി? ഫുള്ള് നമ്പർ കണ്ടു. റൈറ്റിൽ 3നെ മാറ്റണം, ബാക്കിയെല്ലാം ഈ രണ്ട് 2 വെച്ചിട്ട് പെയറാക്കിയിട്ട് പിന്നീടുള്ളത് എഴുതണം. പിന്നെ ഉള്ളത് ഏത് മുതലാണോ തുടങ്ങുന്നത് വെച്ചിട്ട് ക്രോറ്, ലാക്ക്, 1000, പിന്നെ ലാസ്റ്റ് നമ്പർ വായിക്കാൻ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 6 ചോദ്യം ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി 7th ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ചെയ്യുന്നത്. എന്താണ് 7th ക്വസ്റ്റ്യൻ? നോക്കിക്കോളൂ നിങ്ങൾ. ഫൈൻഡ് ദി ലാർജസ്റ്റ് ആൻഡ് 5 ഡിജിറ്റ് നമ്പർ. ഏറ്റവും വലിയ 5 അക്ക സംഖ്യ ഏത് എന്നാണ് 7ാമത്തെ ചോദ്യം പറയുന്നത്. നോക്ക്, ഏറ്റവും വലിയ 5 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, എന്ത് എഴുതിയാൽ മതി? എല്ലാം 9 വരുന്നതായിരിക്കും. 5ഉം 9 വരുന്നതാണ് ഏറ്റവും വലിയ 5 അക്ക സംഖ്യ, 5 ഡിജിറ്റ് നമ്പർ. അപ്പൊ ഏറ്റവും വലുതിന്റെ അതിലത്തെ 1ന്റെ ആൻസർ നമുക്ക് കിട്ടി.
99999 5 ഡിജിറ്റ് അല്ലേ പറഞ്ഞേ, 5 ഡിജിറ്റ് ഇവിടെ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞു, 5 അക്കം എഴുതി കഴിഞ്ഞു, 5 അക്ക സംഖ്യയിൽ എഴുതി. ഇനി അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി ഫൈൻഡ് ദി സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത് എന്നാണ് അടുത്ത് പറയുന്നത്. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ, ചെറിയത് ഏതിലാ തുടങ്ങല്? 1ലാണ് തുടങ്ങേണ്ടത്. അപ്പോൾ എന്താ വരിക? 1 4 അക്ക വേണ്ട, 4 വേണ്ടു. അപ്പോൾ എത്ര 0 ഇട്ട് കൊടുത്താൽ മതി? 3 0. ഇപ്പൊ 4 ഡിജിറ്റ് ആയില്ലേ? അപ്പൊ ഇത് ഏറ്റവും ചെറുത്. ഇവര് പിന്നെന്താ ചോദിച്ചത്? ഫൈൻഡ്, അവരിത് കണ്ടതിന് ശേഷം ഫൈൻഡ് ദ ഡിഫറൻസ്, ഇതിൻ്റെ ഡിഫറൻസ്, വ്യത്യാസം കണ്ടുപിടിക്കണം. 3 കാര്യം കണ്ടുപിടിക്കണം. ഒരു കാര്യം ഇതായി, രണ്ടാമത്തെ കാര്യം ഇതായി, മൂന്നാമത്തെ കാര്യം എന്താ? ഇവയുടെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഞാനിവിടെ ഇവയുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. വലിയ പ്രശ്നേ ഇല്ല. നോക്ക്, 9 9 9 9 8 9. സിമ്പിൾ അല്ലേ? അപ്പൊ ആൻസർ മൂന്നാമത്തെ, അതിന്റെ ആൻസർ 2 ഇത് കിട്ടി. മൂന്നാമത്തത് 7ൽ മൂന്നാമത്തത് തേർഡ്, അതിന്റെ ആൻസർ എത്ര കിട്ടി? 9 8 9 9 9. നല്ല സമാധാനത്തോടെ മനസ്സിലാക്കിയിട്ട് അത് പഠിക്കുക. 8ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കൂ. 8th ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞു നോക്കിയാൽ, ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ യൂസിങ് ദ ഡിജിറ്റ് 4 5 6 ആൻഡ് 7. അതായത് 4 5 6 7 ഉപയോഗിച്ച് എഴുതാൻ എത്ര 4 അക്ക സംഖ്യകൾ എഴുതാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എത്ര എണ്ണം ഉള്ളത്? ടോട്ടൽ എത്ര എണ്ണം ഉള്ളത്? 4 എണ്ണം ഉള്ളത്. 4 എണ്ണം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആൻസർ എന്താണ്? നമ്മൾ ചെയ്യുന്നത് 4ൽ നിന്ന് തുടർച്ചയായി കീഴോട്ട് നമ്പർ എഴുതുക. ഓക്കെ, ഓരോ താഴെ ഡിസെൻഡിങ് ഓർഡറിൽ നമ്പർ എഴുതുക. 4 തുടങ്ങിയിട്ട് 1 വരെ എഴുതുക. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക. 4 3 12 12 24 1 24. നമ്മൾ 4 × 3 നമുക്ക് 12 എന്ന് കിട്ടും. 12 × 2 12ന്റെ ഡബിൾ എടുത്താൽ മതി. 12 × 2 12ന്റെ ഡബിൾ 24. 24 × 1 24. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു 24. അപ്പോൾ 4 ഡിജിറ്റ് നമ്പറിൻ്റെ എണ്ണം ചോദിച്ചാൽ, 4 അക്ക സംഖ്യകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എത്ര എണ്ണം ഉണ്ടോ അത് മുതൽ നമ്പർ താഴോട്ട് വരെ എഴുതി പോയാൽ മതി. ഓക്കെ, 0 വരുന്ന വേറൊരു കേസും കൂടി ഉണ്ടെന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, 8 9ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ദാറ്റ് കണ്ടെയ്ൻ എ ഡിജിറ്റ് ആൻഡ് ഇറ്റ്സ് ഡബിൾ. എത്ര 2 അക്ക സംഖ്യകളുണ്ട് ഒരക്കവും അതിൻ്റെ ഇരട്ടിയും വരുന്ന വിധത്തിൽ? ഒരക്കവും വരിക, അതിൻ്റെ ഇരട്ടി ആയിരിക്കണം മറ്റേത്. അപ്പോൾ ഏതെല്ലാം നമ്പർ ഉണ്ടെന്ന്? 2 ഡിജിറ്റ് നമ്പറാണ്. നമുക്കറിയുന്ന ആദ്യത്തെ 2 ഡിജിറ്റ് നമ്പർ 10 ആണ്. ഇതിൻ്റെ ഇരട്ടി അല്ലല്ലോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി ഇങ്ങോട്ടും അല്ല. പിന്നെ 11 ഇത് ഇതിൻ്റെ ഇരട്ടിയല്ല, ഇതിൻ്റെ ഇരട്ടിയല്ല. അപ്പോൾ അതും ശരിയാവില്ല. 12 ആണ്, 1ന്റെ ഇരട്ടിയാണ് 2. കറക്റ്റ് അല്ലേ? കറക്റ്റ്. അപ്പോൾ ഇത് രണ്ടും ശരിയാവില്ല, ഇത് കറക്റ്റായി കിട്ടി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഓർഡറിൽ പറയാൻ പറ്റും ഏതെല്ലാണത്. 1 2 വരും. പിന്നെ ഏത് വരും? 1 2 വന്നു കഴിഞ്ഞാൽ പിന്നെ 2 വരുന്നുണ്ട് വിചാരിച്ചോ. അപ്പോൾ എന്ത് വരും? 2 4 വരും. 3 6 വരൂലേ? 4 8 വരും. പിന്നെ എന്ത് വരും? 5 10 വരില്ല. 5 10 എഴുതാൻ പറ്റുമോ? കാരണം എഴുതാൻ പറ്റില്ല, ഇത് 3 ഡിജിറ്റായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത് മാത്രമല്ല വരല്, തിരിച്ചിട്ടും എഴുതാം. എങ്ങനെ എഴുതാം? 2 1 4 2 6 3 8 4. അപ്പോൾ ടോട്ടൽ ഇതും നോക്കിയാൽ ഇതിൻ്റെ ഡബിളല്ലേ, 1ന് ഡബിളല്ലേ മറ്റൊന്ന് വരുന്നത്. അതാണ് ചോദ്യം. അതാണ്ട് ഫസ്റ്റിലത്തെ തന്നെ ഇന്നത് വരണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരക്കം ഡബിൾ മറ്റേത് വരുന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 2 എല്ലാം വരും. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം വരും? ടോട്ടൽ നമുക്ക് കിട്ടും 8 നമ്പേഴ്സ്. എത്ര എണ്ണം? 8 എണ്ണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരായി. ഐഡിയ മനസ്സിലായല്ലോ? നമ്പറിൻ്റെ പ്രത്യേകത അറിയുന്ന കുട്ടിക്ക് ഇങ്ങനെ ആലോചിച്ച് എഴുതാൻ കഴിയും. 10ാമത്തെ ചോദ്യമാണ് ഇനി ഞാൻ പറയുന്നത്. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് 2 zeros? ടെക്സ്റ്റിലത്തെ ചോദ്യമാണിത്. എത്ര 3 അക്ക സംഖ്യകളുണ്ട് 2 0 വരുന്ന രീതിയിൽ? അത് നിങ്ങൾക്കറിയാം. ടെക്സ്റ്റിലത്തെ ചോദ്യം ആയതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോകുന്നു. 100 200 പിന്നെ 300 400 ഇങ്ങനെ പോകുന്നില്ലേ?
400, പിന്നെ അങ്ങനെ പോയി അത്ര അവസാനം വരും 900 വരെ വരും, 900 വരെ വരും. അപ്പോൾ ഇത് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണീറ്റ് കണ്ടുപിടിക്കും. ഇതെണ്ണീറ്റല്ല, ഇത് ഫുള്ള് ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ 100 ഉണ്ട്, 200, 300, 400 അങ്ങനെ പോയി 900 വരെ 9 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? 9 എണ്ണം ഉണ്ടാവും. ഐഡിയ മനസ്സിലായല്ലോ? ഇത് 809 എന്ന് പറഞ്ഞേക്കല്ലേ, ഞാനിവിടെ കുത്തിട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നതാണ്. 1ഉം 2 0 അവസാനം 9ഉം 2 0. അപ്പോൾ 1 തുടങ്ങിയിട്ട് 9 വരെ എത്തുന്നില്ലേ? അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? 9 എണ്ണം ഉണ്ടാവും. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. How many 2-digit numbers are there that do not have 0? എത്ര രണ്ടക്ക നമ്പറുകളുണ്ട്? 2-digit numbers are there that do not have 0. 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ 0 ഇല്ലാത്ത രണ്ടക്ക സംഖ്യകളാണ്. രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യം അറിയണം. രണ്ടക്ക സംഖ്യകൾ ഏത് മുതലാണ് തുടങ്ങുന്നത്? 10, 11, 12 ഇങ്ങനെ പോയി 90 വരും, 91 വരും, ഇങ്ങനെ പോയി 99 വരെ വരും. ഇങ്ങനെ വരുന്നതാണ് 2-digit നമ്പേഴ്സ്, 10 മുതൽ 99 വരെ. ഓക്കെ, ഇനി ഇതിൽ 0 ഇല്ലാത്തതാണ് ചോദിച്ചത്. അപ്പം നമുക്ക് എന്താ അറിയാം? എളുപ്പം 0 ഉള്ളത് എത്ര ഉണ്ടോ? ഹൗ മെനി നമ്പർ 2-digit നമ്പേഴ്സ് ഹാവിങ് 1 0 എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര 0 ഉള്ള എത്ര ഉണ്ടാവും? 10ൽ 0 ഉണ്ട്, 20ൽ 0 ഉണ്ട്, 30ൽ ഇതൊക്കെ ഇതിൽ വരുന്നതല്ലേ. 10 മുതൽ 99 വരെ വീഴുമ്പോൾ 30ൽ 0 ഉണ്ട്, 40ൽ 0 ഉണ്ട്, ഇങ്ങനെ പോയി 90ൽ 0 ഉണ്ട്. അപ്പൊ 0 ഉള്ളത് എത്ര എണ്ണം ഉണ്ടാവും? നോക്കിയാൽ 10 മുതൽ 90 വരെ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. ഈ 9 എണ്ണത്തിന് എന്താണ്? 0 ഉള്ളതാണ്. 0 ഉള്ളത് എത്രയാണ്? 0 ഉള്ളത് നമുക്ക് കിട്ടി. ഇപ്പൊ എത്ര കിട്ടി? 9 എണ്ണം കിട്ടി. ടോട്ടൽ എത്ര എണ്ണം ഇല്ല നമുക്കറിയാം. 2-digit നമ്പേഴ്സ് ടോട്ടൽ എത്ര എണ്ണം ഉള്ളത്? 90 എണ്ണം ഉള്ളത്. ആ 90 എണ്ണത്തില് 0 ഉള്ളത് 9 ഉണ്ട്. അപ്പൊ ആ 9നെ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ കുറച്ചാൽ നമ്മൾക്ക് ആരെ കിട്ടും? 0 ഇല്ലാത്ത 2-digit നമ്പേഴ്സ് കിട്ടും. അപ്പൊ ആൻസർ എത്ര കിട്ടും? 81. ഓക്കെ, കൃത്യമായിട്ട് ഒന്നും കൂടെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലാക്കിയിട്ട് നോക്കുക. 10 മുതൽ 99 വരെ 90 ഉണ്ട്. അതിലെല്ലാം പെട്ടു. 0 ഉള്ളതും പെട്ടു, 0 ഇല്ലാത്തതും പെട്ടു, 0 ഉള്ളതും ഇല്ലാത്തതുമായി. 0 ഉള്ളത് 10 മുതൽ 90 വരെ എത്ര എണ്ണം? 9 എണ്ണമാണ്. അപ്പൊ 90ൽ നിന്ന് 9 എണ്ണം കുറച്ചാൽ എത്രയായി? 81 ആയി. അപ്പൊ 11ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾക്ക് ആയിക്കഴിഞ്ഞു. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കിയാൽ, റൈറ്റ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് ഹാവിങ് 2 digits. രണ്ടക്കമുള്ള പാലിൻഡ്രോമിക് നമ്പേഴ്സ് എഴുതണം. അത് ഞാൻ വേറൊരു പേപ്പറിൽ ഞാൻ എഴുതാം. 12ാമത്തത് നോക്ക്. 12ാമത്തെ ചോദ്യമാണ്. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഹൗ മെനി റൈറ്റ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് ഹാവിങ് 2 digits. പാലിൻഡ്രോമിക് പറഞ്ഞാൽ അറിയോ? ഇരുവഴി സംഖ്യകളെയാണ് എഴുതേണ്ടത്. എത്ര ഇരുവഴി സംഖ്യകളുണ്ട് എന്നാണ് നമ്മളോട് റൈറ്റ് എഴുതണം. എത്ര ഉണ്ടല്ല നമ്മൾ എഴുതി കണ്ടുപിടിക്കണം. ഈ ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും വായിച്ചാൽ ഒരേപോലെ വരുന്നതിനാണ് പാലിൻഡ്രോമിക് എന്ന് പറയുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇരുവഴി സംഖ്യകൾ എന്ന് പറയാം. അപ്പം രണ്ടക്കുള്ളത് ഏതൊക്കെയാണെന്നറിയാം. 11, 22. നോക്ക്, 11നെ 1 1 എന്ന് വായിക്കും. 1 1 കറക്റ്റ് അല്ലേ? 2 2 2 2. അപ്പൊ പിന്നെ ഏതാണ്? 33. ഇങ്ങനെ പോയി ലാസ്റ്റിൽ 88 വരും, പിന്നെ 99 വരെ വരും. അപ്പൊ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 മുതൽ ലാസ്റ്റിൽ 9 വരെ ഇല്ലേ? അപ്പൊ എത്ര 2 digit? അപ്പൊ അതിൽ ഒന്നാമത്തെ ഉത്തരം വരും 9. മനസ്സിലായില്ലേ? ഇങ്ങനെ എടുത്തും വലത്തും ആകണം. ഈ അതേ സമയത്ത് 12 പാലിൻഡ്രോമിക് അല്ല. കാരണം 1 2 എന്ന് വായിക്കും, 2 1 എന്ന് വായിക്കും. ഓക്കെ, ശരി. ഇത് മനസ്സിലാവാത്തവരെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ കാണുക. 2ാമത്തെ ചാപ്റ്ററിന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എക്സാം ഒന്നും കൂടെ എഴുതി നോക്കുക. ഓക്കെ, 12ല് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് അതിൽ കാണാം. റൈറ്റ് ഓൾ 4 digit പാലിൻഡ്രോമിക് നമ്പേഴ്സ് ബിലോ 2000. അതാ ശ്രദ്ധിക്കേണ്ടത്. 2000ൽ കുറവുള്ള
4 ഇരുവഴി സംഖ്യകൾ എഴുതുക. 2000-ൽ കുറവുള്ളതാണ് വേണ്ടത് അല്ലേ. 4 അക്കം വേണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ. 4 അക്കം വേണം. 4 അക്കം വേണം എന്ന് പറഞ്ഞാൽ 1 2 3 4 അക്കം വേണം. ഇവിടെ 1 വന്നാൽ ഇവിടെ എത്ര വരണം? 1 വരണം. അപ്പോൾ ഇവിടെ വരുന്നത് എന്തൊക്കെ വരാം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 0 0 വരാം. ഒന്നുകൂടെ. അപ്പോൾ ഒരു നമ്പർ നമുക്ക് കിട്ടി. എന്തെഴുതി കിട്ടി നമുക്ക് ഇതാ ഇതിന്റെ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ 9 എണ്ണത്തിന്റെ ആൻസറാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ ആൻസറാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. ഈ നമ്പർ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹൗ മെനി എത്രാമത്തെ 12ാമത്തെ ചോദ്യം നോക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എഴുതിയിട്ടാണ് എണ്ണം എഴുതേണ്ടത് കേട്ടോ. ഇതാണ് ഇതിന്റെ ആൻസർ. 11 മുതൽ ഞാൻ ഫുൾ എഴുതണം. 44 55 66 77 88 എന്നൊക്കെ എഴുതാൻ പറ്റൂലേ നിങ്ങൾക്ക്? ഓക്കെ. ഇനി രണ്ടാമത്തത് എൻ്റെത് 4 എത്ര എന്നാണ്. അപ്പം 2000 കുറവാണ്. അപ്പോൾ ഇവിടെ 1 വരാം. ബിലോ 2000 ആയതുകൊണ്ട് ഇവിടെ 1 വരാം. ഓക്കെ. അപ്പോൾ ഇവിടെ 1 വരുമ്പോൾ ഇവിടെയും 1 വരണം. ഇടത്തുനിന്ന് വലത്തുനിന്ന് ഒരേ മാതിരി റീഡ് ചെയ്യണ്ടേ? ഓക്കെ. പിന്നെ ഇവിടെ 0 വരാം. പിന്നെ എന്ത് വരാം? 1 വരാം. ഇവിടെ 1 വരാം. 1 വരാം. 1 വരാം. ഇവിടെ 1 വരാം. ഇവിടെ 1 വരാം. ഇവിടെ 2 വരാം. 2 വരാം. കറക്റ്റ് വന്നൂടെ? ഇങ്ങനെ പോയി നിങ്ങൾക്ക് ഊഹിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം എഴുതാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ എഴുതാൻ പറ്റും? 1 0 0 1 1 1 1 1 1 2 2 1 1 3 3 1 1 4 4 1 1 5 5 1 1 6 6 1 1 7 7 1 1 8 8 1 1 9 9 1 ആയില്ലേ? ഇനി 1 പറ്റുമോ? ഇല്ല. 9 പറ്റും. പിന്നെ 2ന്റെ മേലെ പറ്റുമോ? ഇല്ല. 2000-ൽ താഴെയാണ് പറഞ്ഞത്. 2000-ൽ താഴെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ ഇപ്പോൾ എഴുതി കഴിഞ്ഞു. വേറെ നമ്പറുകൾ ആവില്ല. 1 വരുന്നതേ 2000-ൽ താഴെയുള്ളത് ആവുള്ളൂ. ഇനി 3000-ൽ താഴെയാണ് പറഞ്ഞതെങ്കിൽ എത്ര വരും? 1 വരുന്നതും വരും, 2 വരുന്നതും വരും. ആദ്യം 1 വരുന്ന നമ്പറും വരും, 2 വരുന്ന നമ്പറും വരും. അപ്പോൾ ഇത് നേരെ ഡബിൾ വരും. അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് എണ്ണാൻ പറ്റും. ഇത് 10 എണ്ണം ഉണ്ടാവും. കാരണം എന്താ? ഇത് 0 കൂടെ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇത് എത്രയുണ്ട്? ടോട്ടൽ ചോദിച്ചിട്ടില്ല. ടോട്ടൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പറയാം? 10 നമ്പേഴ്സ് ഉണ്ടാവില്ലേ? 1 2 3 4 5 6 7 8 9 10 എണ്ണാണ്ട് തന്നെ പറയാൻ പറ്റും. ഇത് മുതൽ ഇതുവരെ 9 എണ്ണം ഉണ്ടാവും. പിന്നെ ഇതും കൂടെ വന്നു. ഓക്കെ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ഓൾ 3-digit നമ്പേഴ്സ് യൂസിങ് 1 3 and 5 വിതൗട്ട് റിപ്പീറ്റിഷൻ. അതായത് 1 3 5 ഉപയോഗിച്ചിട്ട് ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന 3 അക്ക സംഖ്യകളെ എല്ലാം എഴുതുക. ഏതൊക്കെയാണ് നമ്പർ? 1 3 5 ആണ്. അപ്പോൾ ഞാൻ 1 3 5 എന്ന് എഴുതി. ഇനി 1 വെച്ചിട്ട് തന്നെ എങ്ങനെ എഴുതാം? 5 3 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. 1-ൻ്റെത് കഴിഞ്ഞു. ഇനി 3 വെക്കുക. 3 ആദ്യം എഴുതുക. 3-ൻ്റെത് ആരെ എഴുതുക? 1ഉം 5ഉം എഴുതുക. 3 തന്നെ വീണ്ടും എഴുതുക. 5ഉം 1ഉം എഴുതുക. പിന്നെ 5നെ സ്റ്റാർട്ട് ചെയ്യുക. 5ൻ്റെത് ആരെ എഴുതുക? 1ഉം 3ഉം. 5ൻ്റെ തന്നെ 3ഉം 1ഉം. അപ്പോൾ എത്ര എണ്ണം കിട്ടി നമുക്ക് ഇവിടെ? ഇത്രയും നമ്പർ കിട്ടും. മനസ്സിലായില്ലേ? 1 വെച്ചിട്ട് തന്നെ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു നമ്പറിനെ പല സ്ഥലത്ത് കലർത്തി ആക്കിയിട്ടും എഴുതാം. ഓക്കെ. 1 സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് നമ്പർ ഉണ്ടാവും. 3 സ്റ്റാർട്ട് ചെയ്യുന്ന 2 എണ്ണം ഉണ്ടാവും. 5 സ്റ്റാർട്ട് ചെയ്യുന്ന 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടി. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഓൾ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ യൂസിങ് ദ ഡിജിറ്റ് 2 4 1 0. അതായത് 2 4 1 0 ഉപയോഗിച്ചെഴുതാൻ കഴിയുന്ന എല്ലാ 4 അക്ക സംഖ്യകളും എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോറി, ഇടയിൽ. ഓക്കെ. അപ്പോൾ അതിന് ഞാൻ വേറൊരു പേപ്പർ ഞാൻ എടുക്കാം. ഓക്കെ. 14ാമത്തെ 2 4 1 0 ആണ്. നോക്കുക കുട്ടികളെ, 14ാമത്തെ ചോദ്യം. അതിലൊരു 0 കൂടെ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ അത് തുടങ്ങുന്ന സമയത്ത് 2 4 1 0 അല്ലേ? 2 4 1 0 ആണ് നമ്പർ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 2 വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യാം. 2 വെച്ചിട്ട് ഏതൊക്കെയാണ് വരിക? 2 വെച്ചിട്ട് ഞാനിവിടെ എഴുതാണ്. 2 ഇങ്ങനെ തന്നെ എഴുതുന്നു. 2 4 1 0. പിന്നെ എത്ര എഴുതാം?
2 വെച്ചിട്ട് തന്നെ ഈ 4 1 0 നമുക്ക് എത്ര എഴുതാം? 6 എഴുതാൻ പറ്റും. 2 4 വെച്ചിട്ട് 0 1 എന്ന് എഴുതാം. 2 4 വെച്ചിട്ട് 1 0 എന്ന് എഴുതാം. ഓക്കെ, 2 4 വെച്ചിട്ടായി. ഇനി 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 നമ്മൾക്ക് എന്ത് ചെയ്യാം? 2 4 വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത്ര പോലെ പറഞ്ഞത് അല്ലേ? ഈ നമ്പറുകൾ പറഞ്ഞാൽ 2 4 വെച്ചിട്ടാണ് പറഞ്ഞത്. 2 4 1 0. ഇത് നമ്മളുടെ ഈ ചോദ്യത്തിൻ്റെ ഇതാണ്. ഞാൻ ആൻസർ എഴുതുന്നത് ഇത് മുതൽ എന്തെല്ലാം 2 4 0 1 2 4 1 0 ആയിക്കോട്ടെ. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഇത് ഞാൻ വായിക്കാം. 2 4 1 0 ആണുള്ളത്. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യും? 2 4 1 0 തന്നെ ഒരു നമ്പർ എഴുതി. 2 4 പിന്നെ ഞാൻ എന്ത് ചെയ്തു? 2 വെച്ചിട്ട് തന്നെ 4 വെച്ചിട്ട് 0 1 എഴുതി. അപ്പം 2 4 വരുമ്പോൾ 2 എണ്ണം ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആരെടുക്കാം? 2 4 പകരം 2 വെച്ചിട്ട് തന്നെ നമുക്ക് ആരെടുക്കാം? 1 വെച്ചിട്ട് എടുക്കാം. 1 വെച്ചിട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 4 0 ഇപ്പുറം വരും. 2 വെച്ചിട്ട് തന്നെ 1 വെച്ചിട്ട് എടുക്കുമ്പോൾ 0 4 വരും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക? 2ന് ശേഷം 0 എടുക്കുക. 0 എടുക്കുമ്പോൾ ബാക്കി 2ഉം 0 എടുത്താൽ ബാക്കി ആരില്ലടാ? 4ഉം 1ഉം ഉണ്ട്. അപ്പം വീണ്ടും 2ഉം 0 എടുത്തിട്ട് 1ഉം 4ഉം എഴുതാം. അപ്പോൾ 2 എണ്ണം തുടങ്ങുന്നത് തന്നെ നമുക്ക് എത്ര എണ്ണം കിട്ടി? നമുക്ക് 6 എണ്ണം കിട്ടി. ഇനി ഞാൻ 4ൽ തുടങ്ങുകയാണ്. 4ൽ തുടങ്ങുമ്പോഴും ഇതേമാതിരി എഴുതാം. 4ൽ ഇത് ഒരു സ്റ്റെപ്പ്. 4ൽ തുടങ്ങുന്നതാണെങ്കിൽ ബാക്കി ആരെല്ലാം അവിടെ ഉള്ളത്? 2 1 0. ശരിയല്ലേ? ഇത് ചോദ്യമാണ് കുട്ടികളെ, ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 4 2 4 2 1 0 4 തുടങ്ങുന്നതാണ് കേട്ടോ. പിന്നെ 4ൽ വീണ്ടും തന്നെ തുടങ്ങി 2 അവിടെ വെച്ചു. 0 1 1 0 0 1 എഴുതി കൂടെ. അപ്പോൾ 4 2ൻ്റെ 2 എണ്ണം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? 4ൻ്റെ അടുത്ത നമ്പറിനെ പിടിക്കുക. 1നെ പിടിക്കുക. 1 പിടിച്ചാൽ ബാക്കി ആരെല്ലാം അവിടെ ഉണ്ട്? 2 0 ഉണ്ട്. 2 0 എഴുതി. വീണ്ടും 4 1നെ തന്നെ പിടിക്കുക. അപ്പോൾ ആരുണ്ട്? 0 2 ഉണ്ട്. പിന്നെ അപ്പോൾ 1ൻ്റെയും കഴിഞ്ഞു. ഇനി 4നെ വീണ്ടും എടുക്കുമ്പോൾ 0നെ ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് ആരുണ്ട്? 2 1 ഉണ്ട്. 4 0 എഴുതിയാൽ 1 2 ഉണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓർഡറിൽ മാറിയാൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതും കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടുന്നത് ആരെയാണ്? 2 4 ഇനി 2 തുടങ്ങി 4 തുടങ്ങി. ഇനി 1 തുടങ്ങണം. 1 തുടങ്ങുമ്പോൾ കണ്ടോ, 1ലാണ് തുടങ്ങുന്നതെങ്കിൽ ബാക്കി ആരെല്ലാം ഉണ്ട്? 2 ഉണ്ട്, 4 ഉണ്ട്, 0 ഉണ്ട്. 1 തന്നെ തുടങ്ങാം. 2 വെച്ചിട്ട് 0 4 4 0 0 4 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ 2ൻ്റെയും കഴിഞ്ഞു. ഇനി 1നെ പിടിച്ചിട്ട് 4നെ പിടിക്കുക. അപ്പോൾ 1 4 ആകുമ്പോൾ 2 0 വരും. 1 4 വരുന്ന സമയത്ത് എന്ത് വരും? 0 2 വരും. പിന്നെ 1 0 വരുന്ന സമയത്ത് ആര് വരും? 2 4 വരും. 1 0 വരുമ്പം 4 2 വരും. കറക്റ്റ്. ഇനി തുടങ്ങേണ്ടത് ആരെയാ? 0 വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. ശ്രദ്ധിക്കുക കുട്ടികളെ, 0 വെച്ചിട്ട് തുടങ്ങുമ്പോൾ ഞാൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? നോക്ക്, 0 വെച്ചിട്ട് തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ചോ, 0 വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ 0 2 4 1 എന്നാണ് തുടങ്ങേണ്ടത്. ഈ 0 2 4 1 തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് 4 നമ്പർ ആവുമോ? നോ. കാരണം 0ന് വിലയില്ലാത്ത, ഇടത്ത് ഭാഗത്ത് വിലയില്ലാത്തതുകൊണ്ട് നമുക്കിത് 241 ആവുള്ളൂ, 241 ആവുള്ളൂ. അപ്പോൾ 0 ലെഫ്റ്റിൽ വരുന്ന രീതിയിൽ നമ്പർ വരില്ല. അപ്പോൾ ഏത് വരുന്നത്? ലെഫ്റ്റിൽ ഏത് വരുന്നതേ വരുള്ളൂ? ഇടത്ത് 2 4 1 വരുന്നത് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇത്രയും നമ്പറുകളാണ് എന്തെഴുതാൻ പറ്റുക? ഈ നമ്പർ ഉപയോഗിച്ചുള്ള, ഈ 4 നമ്പറുകൾ ഉപയോഗിച്ചുള്ള 4 ഡിജിറ്റ് നമ്പർ. ഇവയുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് അറിയാമെന്നറിയാം. 2 4 1 0 അല്ലേ ഉള്ളത്. അപ്പം നേരത്തെ ചെയ്തതുപോലെ 4 × 3 × 2 × 1 എന്ന് എഴുതിക്കൂടാ. കാരണം അതിൽ 1 0 ആണ്. അപ്പോൾ 4ന് പകരം നമ്മൾ സാധാരണ 4 ഉണ്ടായാൽ ഇങ്ങനെയാണ് എഴുതുക. 4 3 2 1 എന്നാണ് എഴുതുക. ഇത് എഴുതിക്കൂടാ, കാരണം 1 0 ആണ്. അപ്പോൾ ഈ 4ന് പകരം എത്ര കൊടുക്കുക? 3 3 2 1 എന്ന് കൊടുക്കുക. അപ്പോൾ എത്ര എണ്ണം കിട്ടും? നമുക്ക് 18 കിട്ടും. 3 3 9 2 18. കണ്ടോ? 6 6 6 നമുക്ക് 18 കിട്ടി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. ഒരുപാട് ക്വസ്റ്റ്യൻ ആയിപ്പോയി, നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. വാട്ട് ഈസ് ദി സം ഓഫ് ഓൾ ദി നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ യൂസിങ് 2 3 and 5? 2 3 5 ഉപയോഗിച്ച് എഴുതാൻ കഴിയുന്ന എല്ലാ സംഖ്യകളുടെയും
തുക കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഐഡിയ നമ്മളെ നമ്പേഴ്സ് ശ്രദ്ധിക്കുക. 2, 3, 5 നമ്പേഴ്സ് ഒന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അത് എഴുതേണ്ടതിൻ്റെ കാര്യം വെച്ചാൽ 2, 3, 5 വരുമ്പം എത്ര നമ്പറാണ് നമുക്ക് വരുന്നത്? ഒരേപോലെയുള്ള 2 നമ്പറുകളാണ്. 2 തുടങ്ങുന്നത് ഈ 2 സെറ്റായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പം അതിൻ്റെ ആൻസർ വരല് 2 ഇൻറ്റു സം ഇൻറ്റു 111. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ 2 ഇൻറ്റു തുക ഇൻറ്റു 111. ഇനി ഈ 2 വരേണ്ട കാരണം എന്താണെന്നറിയോ? 2 വരേണ്ട കാരണം ഇതിപ്പോൾ ഇവിടെ 6 എണ്ണം വന്നിട്ടില്ലേ കുട്ടികളെ? ഇവിടെ 6 എണ്ണം വന്നിട്ടില്ലേ? അതേപോലെ 2 തുടങ്ങുന്ന നമ്പറിൽ നമ്മൾ നേരത്തെ എഴുതി വെച്ചു. നോക്കിയാൽ ഇത് 3 ഡിജിറ്റ് വരുന്ന, അതായത് 1, 3, 5 ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള നമ്പറുകളാണ് ഈ നമ്പറുകൾ. ഇതിൽ കണ്ടില്ലേ ഒരേപോലെയുള്ള ഒരു നമ്പറിൻ്റെ ഈ 2 എണ്ണാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നത്? 2 എന്ന് വരുന്നത്. അപ്പം 3 അക്കം ഉപയോഗിച്ചിട്ട് തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് 2 വരും, സം വരും 111. അപ്പോൾ എത്ര വരും? 2 ഇൻറ്റു സമ്മിൻ്റെ തുക എഴുതിയാൽ 2, 3, 5, 5, 10. ഈ 111 വരേണ്ട കാരണം എന്താ? 3 അക്ക നമ്പറുകളുടെ സമ്മാണ് പറഞ്ഞെങ്കിൽ 111 വരും. 4 അക്ക നമ്പറുകളുടെ സമ്മാണ് പറഞ്ഞെങ്കിൽ 1111 വരും. മനസ്സിലായില്ലേ? 4 അക്ക ആണെങ്കിൽ വരല് 1111 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 3 അക്ക, അതൊരു ജനറൽ ഫോമാണ്. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2 ഇൻറ്റു 10 ഇൻറ്റു 111. മൾട്ടിപ്ലൈ ചെയ്യാൻ സുഖമാണ്. 2നെ 111 കൊണ്ട് ഗുണിച്ചാൽ 111നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 222 കിട്ടും. അപ്പോൾ 222നെ 10 കൊണ്ട് ഗുണിക്കാൻ ഒരു പണിയുമില്ല, 2220 എന്ന് പറയുന്ന ആൻസർ കിട്ടും. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ക്ലാസ്സിൽ നിന്ന് ഓർമ്മിച്ച് വെക്കുക. 3 അക്ക നമ്പറിൻ്റെ സം കാണുമ്പം 2ലാണ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് തുടങ്ങേണ്ടത്. ഇനി 4 അക്ക നമ്പർ ആണെങ്കിൽ ഇപ്പം 5, ഇപ്പോൾ ഞാൻ ഒരു നമ്പർ പറയാം, ടെക്സ്റ്റിലത്തെ കണക്ക് 1, 2, 3, 4 ഉപയോഗിച്ചുള്ള എല്ലാ നമ്പറിൻ്റെയും സം കണ്ടുപിടിക്കുക, തുക കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ ചെയ്യേണ്ടത് ഈ 2ന് പകരം വരല് 6 ആണ് വരല്. 6 ഇൻറ്റു സം ഇൻറ്റു 111 41. ഇവിടെ 4 നമ്പർ ഉണ്ടായതുകൊണ്ട് 41 വരും. ഐഡിയ മനസ്സിലായില്ലേ? സം വരും. അപ്പൊ ഇതാണ് അതിന്റെ വരല്. ഈ സം എന്ന് പറഞ്ഞാൽ എന്താ? തുക. ഈ തുക ഏതിന്റെ തുകയാ? ഉപയോഗിക്കുന്ന അക്കങ്ങളുടെ തുക. അപ്പൊ എത്രയായാലും ഈ സൂത്രം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. 2 എണ്ണം മാത്രം നിങ്ങൾ ഓർമ്മിക്കണ്ടോ. 3 എണ്ണം ആണെങ്കിൽ തുകയുടെ മുമ്പിൽ 2 വെച്ചിട്ട് ഗുണിക്കണം. അല്ലെങ്കിൽ തുകേന 111 കൊണ്ട് ഗുണിച്ചിട്ട് 2 അതിന്റെ ഇരട്ടി കണ്ടുപിടിക്കണം. ഇനി 4 എണ്ണം ആണെങ്കിൽ തുകേന 1111 ഗുണിച്ചിട്ട് 1111 ഗുണിച്ചിട്ട് അതിനെ 6 കൊണ്ട് ഗുണിക്കണം. ഈ 6 കൊണ്ട് ഗുണിക്കേണ്ട കാരണം മനസ്സിലായോ? ഒരേപോലെയുള്ള 6 നമ്പർ വരുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 6നെ കൊണ്ട് ഗുണിക്കുന്നത്. അപ്പോൾ ഇത് വലിയ ഒരു വീഡിയോ ആണ്. ഇങ്ങനെ വലിയ വീഡിയോ ആവേണ്ട കാരണം ഇതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ധൈര്യമായി സ്വന്തം തന്നെ പഠിച്ചെഴുതുക. ആദ്യം വീഡിയോ കണ്ടതിന് ശേഷം ഈ ചോദ്യം മാത്രം എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് വിജയിക്കാം. കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾക്ക് ആ 15ലധികം ചോദ്യങ്ങളും അതിൻ്റെ ആൻസർ വന്ന വഴിയും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളും വിശദമായിട്ട് തന്നെ ആ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വീണ്ടും ഈ ചോദ്യങ്ങളെ വെച്ചിട്ട് ഒരു പരീക്ഷ കൂടി നിങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ, കോൺഫിഡൻസോട് കൂടിയിട്ട് എക്സാമിന് പരീക്ഷയെ സമീപിക്കാൻ കഴിയും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം അത് അറിയിക്കുക. നമുക്ക് അടുത്ത ചാപ്റ്ററിന്റെ യൂണിറ്റ് ടെസ്റ്റുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.